ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിന്ന് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം എന്ന വിഷയത്തിലെ മറ്റൊരു പുതിയ പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാ കൂട്ടുകാരും റെഡിയാണല്ലോ? നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ടീച്ചർ ചോദിക്കുന്നതിൻ്റെ ഓരോ ആൻസറും മക്കൾ എന്ത് ചെയ്യണം? നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചത്തിൽ വിളിച്ച് പറയണം കേട്ടോ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് പറ്റുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് ടൈപ്പ് ചെയ്ത് ഇടാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? കൂട്ടുകാർക്ക് ഇവിടെ കുറേ ചിത്രങ്ങൾ മിസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ മക്കൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, നമ്മൾ കണ്ടിട്ടുള്ളതും കഴിച്ചിട്ടുള്ളതുമായിട്ടുള്ള കുറേ പച്ചക്കറികളുടെ ചിത്രങ്ങളാണ് മിസ് ഇവിടെ തന്നിട്ടുള്ളത്. ആദ്യത്തെ ചിത്രം നോക്കിക്കോ മക്കളെ, നല്ല ചുവന്ന നിറത്തിലുള്ള ഏത് പച്ചക്കറിയാണ് മിസ് അവിടെ കൊടുത്തിട്ടുള്ളത്? ചുവന്ന നിറത്തിലുള്ള തക്കാളിയാണ് അല്ലേ? എല്ലാ കൂട്ടുകാരും കഴിച്ചിട്ടുണ്ടല്ലോ. നമുക്കെല്ലാവർക്കും വേവിച്ചും വേവിക്കാതെയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ ആണ് എന്തെന്ന് പറയുന്നത്? തക്കാളി എന്ന് പറയുന്നത് അല്ലേ? അപ്പം മക്കൾ ചിത്രം കണ്ടാൽ അത് ഏത് വെജിറ്റബിൾ ആണ് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയണം കേട്ടോ. അപ്പോൾ ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് അതിൻ്റെ പേരറിയാത്തതുണ്ടെങ്കിൽ ഓർത്തിരിക്കുക, ഏതാണ് മക്കളെ വെജിറ്റബിൾ? തക്കാളിയാണ് അല്ലേ? ഓക്കെ മക്കളെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ആ വെജിറ്റബിളിൻ്റെ പേര് എഴുതുക? നോക്കിക്കേ, നമുക്കതിന് താഴെ എഴുതി കൊടുക്കുക കേട്ടോ. നോക്കിക്കേ, തക്കാളി. ല എഴുതിയിട്ട് ലായുടെ കൂടെ ഏത് ചിഹ്നം ഇടണം? ഈ ചിഹ്നം. എന്താണ് വായിക്കുക? തക്കാളി. എല്ലാ കൂട്ടുകാരും ഒന്ന് മക്കളുടെ നോട്ട് പുസ്തകം എടുത്തിട്ട് അതിൽ എഴുതി വെച്ചേ. എന്താണ് വായിക്കുക? തക്കാളി. ഒരു പ്രാവശ്യം മിസ് എഴുതിയത് നോക്കിയതിന് ശേഷം മക്കൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അടുത്ത ചിത്രത്തിലോട്ട് പോവാം. ഈ ഒരു ചിത്രം കണ്ടിട്ട് ഏതാണ് ആ വെജിറ്റബിൾ എന്ന് കൂട്ടുകാർക്ക് പറയാൻ പറ്റുന്നുണ്ടോ? പറയാൻ പറ്റുന്ന അറിയുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ, ഏതാണ് ആ വെജിറ്റബിൾ? തൊലി നിറയെ നല്ല പച്ച നിറവും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമൊക്കെ ഉള്ള ഒരു വെജിറ്റബിളാണ്. ഏതാണ് മക്കളെ? ഏതാണ്? അതേ, മത്തനാണ് അല്ലേ? നമ്മൾ മത്തങ്ങ എന്നൊക്കെ പറയും. എന്നാൽ എല്ലാവരും നോട്ട് പുസ്തകത്തിൽ എഴുതിക്കുക മക്കളെ. മത്തൻ എങ്ങനെ എഴുതുക? എഴുതുക ത, മത്തൻ. എല്ലാവരും എഴുതണം കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി എഴുതി, മത്തൻ എഴുതി. 2 പച്ചക്കറികൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഓക്കെ മക്കളെ, എങ്കിൽ നമുക്ക് അടുത്തൊരു വെജിറ്റബിളിലോട്ട് പോവാം. നോക്കിക്കേ, ഏതാ മക്കളെ ഈ ഒരു വെജിറ്റബിള്? മത്തനെ പോലെ തന്നെ വലുപ്പമുള്ള ഒരു വെജിറ്റബിളാണ്. ഏതാണ് മക്കളെ? ഇതിൻ്റെ പേര് ചിലപ്പം ചില കൂട്ടുകാർക്ക് അറിയാനായിട്ടൊരു പ്രയാസം ഉണ്ടായിരിക്കും. മിസ് സ്ക്രീനിൽ എഴുതാം. മിസ് പറയുന്നതിന് മുന്നേ സ്ക്രീനിൽ എഴുതാം. മക്കൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഏതാണ് മിസ് ഇപ്പോൾ എഴുതിയിട്ടുള്ള ചിഹ്നം? എ ചിഹ്നമാണ് അല്ലേ? എ ചിഹ്നം. ഏത് അക്ഷരത്തോടൊപ്പമാണ് എ ചിഹ്നം നമ്മൾ എഴുതിയിട്ടുള്ളത്? ചായോടൊപ്പമാണ് അല്ലേ? അപ്പം ചായോടൊപ്പം എ ചിഹ്നം വന്നാൽ എന്ത് വായിക്കും? ചേ എന്ന് വായിക്കും അല്ലേ? ചേ. പിന്നെ മിസ് എഴുതിയ അക്ഷരം ഏതാ? ന എന്നാണ് അല്ലേ? അപ്പം ചേർത്ത് വായിച്ചേ. എന്താണ്? ചേനയാണ് അല്ലേ? എന്താണ്? ചേന. അപ്പം നമ്മൾ തക്കാളി എഴുതി, മത്തൻ എഴുതി, ചേന എഴുതി. ഇനി നമുക്ക് അടുത്ത പച്ചക്കറിയിലോട്ട് പോവാം. ഏതാണ് മക്കളെ? നല്ല പച്ച നിറത്തിൽ നീണ്ടു നിൽക്കുന്ന ഒരു പച്ചക്കറിയാണ്. ഏതാണ്? പടവലം. എന്താണ് അതിന് പറയാ? പടവലം എന്നാണ് അല്ലേ? നോക്കിക്കേ മക്കളെ. പടവലം. ല എഴുതി, ലായുടെ കൂടെ ഏത് ചിഹ്നമാണ് ഇടുന്നത്? ചിഹ്നം. ഏതാണ്? ചിഹ്നം. എന്താണ് വായിക്കുക? പടവലം. എല്ലാവരും ഒച്ചത്ത് വായിച്ചേ. പടവലം. മക്കൾ നോട്ട് പുസ്തകത്തിൽ എഴുതിയോ? ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് പച്ചക്കറിയിലോട്ട് പോവാം. ഏതാണ് മക്കളെ ഈ ഒരു പച്ചക്കറി? നല്ല പച്ച നിറത്തിലാണ്. അതിൻ്റെ പുറന്തൊലിയൊക്കെ ശ്രദ്ധിച്ചേ. പൗഡർ ഇട്ട പോലെ ഒരു വെള്ള നിറം മക്കൾക്ക് അതിൻ്റെ പുറത്തൊക്കെ കാണാനായിട്ടൊക്കെ കഴിയും. എന്താണ് ആ പച്ചക്കറിക്ക് പറയുന്ന പേര്? നോക്കിക്കേ, മിസ് ഇവിടെ എഴുതാം. കൂട്ടുകാർ ഒച്ചത്ത് വായിച്ചാൽ മതി. ഏതാണ് അക്ഷരം? എഴുതി, കായുടെ കൂടെ ഏത് ചിഹ്നോട്ടോ? ചിഹ്നോട്ടോ. അടുത്ത അക്ഷരം ഏതാണ് മക്കളെ? ഏതാണ്? നമ്മൾ മാമ്പഴം എന്നൊക്കെ എഴുതും അല്ലേ? ഏതാണ്? മ്പായാണ് അല്ലേ? കൊമ്പ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഏതാണ് അക്ഷരം മക്കളെ? ല. കുമ്പള എന്ന് എഴുതിയില്ലേ? ളയുടെ കൂടെ ഏത് ചിഹ്നം? ചിഹ്നം. എന്താണ്? ചിഹ്നം. അപ്പോൾ ചേർത്ത് വായിച്ചേ. കുമ്പളം. എന്താണ്? കുമ്പളം. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ ആദ്യം മുതൽ പരിചയപ്പെട്ടിട്ടുള്ള പച്ചക്കറികൾ ഒന്നുകൂടി നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ നല്ല ചുമന്ന് തൊടുത്ത തക്കാളി പരിചയപ്പെട്ടു. പിന്നെ ആരെ പരിചയപ്പെട്ടു? മത്തൻ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് ആരെയാണ്?
ആ ചേന പരിചയപ്പെട്ടു, പടവലം പരിചയപ്പെട്ടു, പിന്നെ ആരെയാണ് പരിചയപ്പെട്ടിട്ടുള്ളത്? കുമ്പളം പരിചയപ്പെട്ടു അല്ലേ? ഇതെല്ലാം നമ്മൾ കഴിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള പച്ചക്കറികളാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നമ്മുടെ പുതിയ പാഠഭാഗത്തോട്ട് പോയാലോ? കൂട്ടുകാർക്ക് ഇനി മലയാളത്തിൽ പഠിക്കാനായിട്ടുള്ള പാഠഭാഗം നോക്കിക്കേ. പച്ചക്കറിത്തോണി. എന്താണ് മക്കളെ വായിക്കുക? പച്ചക്കറിത്തോണി. എല്ലാവരും ഒച്ചത്ത് വായിച്ചേ. പച്ചക്കറിത്തോണി. നമ്മൾ ഇതിന് മുന്നേയുള്ള വീട് കെട്ടണം ടിയ എന്നുള്ള പാഠഭാഗം വരെ നമ്മൾ എക്സാമിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? ഇനി നമുക്ക് 10ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗം എല്ലാം നേരത്തെ പഠിച്ചതിന് ശേഷം നമുക്കിനി മാർച്ച് ആകുമ്പോഴേക്കും നമ്മുടെ ഫൈനൽ എക്സാം വരുന്നുണ്ടല്ലേ? അപ്പോഴേക്കും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം മുതലുള്ള കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് പഠിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്മുടെ എല്ലാ പാഠഭാഗങ്ങളും ഒന്ന് പഠിച്ചു പോയതിന് ശേഷം റിവിഷൻ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ പാഠഭാഗത്തോട്ട് നമുക്ക് പോയാലോ? എന്തായിരുന്നു പാഠഭാഗത്തിൻ്റെ പേര്? എല്ലാ മക്കളും ഒച്ചത്തിൽ പറഞ്ഞേ. പച്ചക്കറി തോണി. പച്ചക്കറി തോണി. ഓക്കെ മക്കളെ, എന്നാൽ നോട്ട് പുസ്തകത്തിൽ എല്ലാ മക്കളും ഒന്ന് എഴുതിക്കേ. പച്ചക്കറി തോണി. എഴുതിയോ മക്കളെ? നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ ചിത്രത്തിൽ നോക്കിക്കേ. നമ്മളിപ്പം പരിചയപ്പെട്ടിട്ടുള്ള കുറച്ച് കൂട്ടുകാരെയൊക്കെ നിങ്ങൾക്ക് അവിടെ ചിത്രത്തിൽ കാണാം അല്ലേ? ആരൊക്കെയാണ്? മിസ് പേര് പറയുന്നില്ല, മക്കൾ ഒറ്റയ്ക്കൊന്ന് ചിത്രം നോക്കിയിട്ട് അവയുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞേ. നമ്മളിപ്പം പരിചയപ്പെട്ട കൂട്ടുകാരാണ് എല്ലാവരും. പറ്റുന്ന മക്കൾ എന്ത് ചെയ്യുക? നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് പാഠഭാഗത്തിലോട്ട് പോയാലോ? മിസ് വായിക്കുന്ന സമയത്ത് എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണം? മിസ് വായിക്കുന്ന ഓരോ വാക്കുകൾക്ക് താഴെയും കൈവെക്കണം. അതുപോലെ തന്നെ മിസ് സർക്കിൾ ചെയ്യാൻ പറയുന്ന വേർഡ്സിനെല്ലാം സർക്കിൾ ചെയ്യുകയും വേണം. എല്ലാ കൂട്ടുകാരും റെഡിയാണല്ലോ? ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ? ആദ്യത്തെ വരി നോക്കിക്കേ. കിടന്നു കിടന്ന് മടുത്തു, മത്തങ്ങ നാടുകാടാനിറങ്ങി. എങ്ങോട്ടാ? പൗഡറും പൂശി വഴിയരികിൽ നിന്ന കുമ്പളങ്ങ ചോദിച്ചു. ഓക്കെ മക്കളെ, എന്താണ് നമുക്ക് അവിടെ പറഞ്ഞിട്ടുള്ളത്? എന്താണ്? ഒന്നുകൂടി നോക്കിക്കേ. കിടന്നു കിടന്നു മടുത്തു, മത്തങ്ങ നാടുകാടാനിറങ്ങി. എങ്ങോട്ടാ? പൗഡറും പൂശി വഴിയരികിൽ നിന്ന കുമ്പളങ്ങ ചോദിച്ചു. മത്തങ്ങ പറയുകയാണെങ്കിൽ എന്താണ് പറഞ്ഞത്? കിടന്നു കിടന്നു മടുത്തു അല്ലേ? മക്കൾ കണ്ടിട്ടില്ലേ? മത്തങ്ങ എന്തിൻ്റെ മുകളിലാണ് ഉണ്ടാവുന്നത് മക്കളെ? വലിയ മരത്തിലാണോ? ആണോ? അല്ല അല്ലേ? നിലത്തിലൂടെയുള്ള വള്ളിയിലാണ് എന്ത് ചെയ്യുന്നത്? മത്തങ്ങ ഉണ്ടാവുന്നത് അല്ലേ? മക്കൾ കണ്ടിട്ടില്ലേ മത്തൻ ഉണ്ടാവുന്ന വള്ളി? അപ്പം നിലത്ത് കിടന്നുകൊണ്ടാണ് മത്തങ്ങ ഉണ്ടാവുക അല്ലേ? അപ്പം മത്തങ്ങയ്ക്ക് ഒരു ദിവസം മത്തങ്ങ പറയുകയാണ്, ഇങ്ങനെ കിടന്ന് കിടന്ന് എനിക്ക് മടുത്തു. അവളെന്ത് ചെയ്തു? മടുത്ത സമയത്ത് നാട് കാണാമെന്ന് വിചാരിച്ചിട്ട് നാട് കാണാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ അവൾ പോകുന്നത് കണ്ട സമയത്ത് വഴിയിൽ ഒരാളെ കണ്ടു. ആരെയാണ് മക്കളെ? പൗഡറും പൂശി വഴിയരികിൽ നിൽക്കുന്ന കുമ്പളങ്ങയാണ് അല്ലേ? അപ്പോൾ കുമ്പളങ്ങ മത്തങ്ങയോട് എന്താണ് ചോദിച്ചത്? എങ്ങോട്ടാ എന്ന് ചോദിച്ചു അല്ലേ? മത്തങ്ങ പോകുന്നത് കണ്ടിട്ട് കുമ്പളങ്ങ മത്തങ്ങയോട് എന്ത് ചോദിച്ചു മക്കളെ? എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചു അല്ലേ? നമ്മൾ നേരത്തെ മിസ് പച്ചക്കറികളുടെ ചിത്രം കാണിച്ചു തന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കുമ്പളം നോക്കിക്കേ മക്കളെ. കുമ്പളത്തിൻ്റെ പുറത്തായിട്ട് മക്കൾക്ക് വെള്ള പൗഡർ പോലുള്ളൊരു പൊടി കാണാം. പടവലത്തിന് മക്കൾക്ക് അത്തരത്തിലുള്ള പൊടിയൊക്കെ കാണാൻ പറ്റൂലേ? അപ്പോൾ കുമ്പളങ്ങ മക്കൾ ഓർത്തിരിക്കുക, ഇതേപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പുറത്ത് ഒരു വെള്ള കളറിലുള്ള ഒരു പൊടിയും കാണാം. അപ്പോൾ കുമ്പളങ്ങ മത്തങ്ങയോട് എന്താ ചോദിച്ചത്? നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു അല്ലേ? ഓക്കെ മക്കളെ, ഇനി എല്ലാ കൂട്ടുകാരും ഒന്ന് മിസ്സിനൊപ്പം വായിച്ചേ. എല്ലാവരും റെഡിയാണോ? ആദ്യത്തെ വരി വായിക്കുക കേട്ടോ. കിടന്നു കിടന്ന് മടുത്തു, മത്തങ്ങ നാടു കാണാനിറങ്ങി. എങ്ങോട്ടാ? പൗഡറും പൂശി വഴിയരികിൽ നിന്ന കുമ്പളങ്ങ ചോദിച്ചു. ഓക്കെ മക്കളെ, ഇനിയിപ്പോൾ നമ്മൾ വായിച്ച ഭാഗത്തിൽ നിന്ന് മിസ് പറയുന്ന വാക്കുകൾ മക്കളെല്ലാവരും സർക്കിൾ ചെയ്യണം. എല്ലാവരും റെഡിയാണല്ലോ? എങ്കിൽ ആദ്യം നിങ്ങൾ സർക്കിൾ ചെയ്യേണ്ടത് മത്തങ്ങ എന്ന വാക്കാണ്. എല്ലാവരും സർക്കിൾ ചെയ്തേ. മിസ്സും ഇവിടെ സ്ക്രീനിൽ സർക്കിൾ ചെയ്യുക, മക്കളും ഒപ്പം സർക്കിൾ ചെയ്യുക കേട്ടോ. എല്ലാവരും സർക്കിൾ ചെയ്തേ. മത്തങ്ങ.
മക്കൾ സർക്കിൾ ചെയ്ത വേർഡുകൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുകയും വേണം കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാവരും സർക്കിൾ ചെയ്തോ. ഇനി അടുത്തത് കുമ്പളങ്ങ. എല്ലാവരും സർക്കിൾ ചെയ്തേ മക്കളെ, കുമ്പളങ്ങ ചെയ്തോ. ഇനി മക്കൾ ചെയ്യേണ്ടത് പൗഡർ എന്നുള്ള വാക്കാണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പൗഡറും എന്നാണ് തന്നിട്ടുള്ളത്. മക്കൾ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പം എങ്ങനെ എഴുതണം? പൗഡർ എന്ന് വേണം എഴുതാനായിട്ട്. പായുടെ കൂടെ ഏത് ചിഹ്നം? ഔ ചിഹ്നം. ഇത് നമ്മൾ മറ്റൊരക്ഷരം പരിചയപ്പെടുകയാണ്. ഏതാണ്? ഡ എന്ന അക്ഷരം. ഏതാണ് മക്കളെ? ഡ, പൗഡർ. ഒന്നുകൂടി നോക്കിക്കേ, എങ്ങനെയാണ് അക്ഷരം എഴുതുക? സ എന്നുള്ള അക്ഷരം തിരിച്ചെഴുതുകയാണല്ലേ നമ്മൾ. എങ്ങനെയാണ് വായിക്കുക? ഡ എന്ന് വായിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ പൗഡറും എന്നുള്ള വാക്ക് എല്ലാവരും സർക്കിൾ ചെയ്തോ. നോട്ട്ബുക്കിൽ മക്കൾ എന്ത് എഴുതണം? പൗഡർ എന്നുള്ള വാക്ക് വേണം എഴുതാനായിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിപ്പം പരിചയപ്പെട്ടിട്ടുള്ള ഡായിൽ തുടങ്ങുന്ന കുറച്ച് വാക്കുകൾ നോക്കാം. ഓക്കെ മക്കളെ, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഡ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുക? ഒരിക്കൽ കൂടി എല്ലാ മക്കളും നോക്കിക്കേ. മിസ് എഴുതുന്നതോടൊപ്പം എല്ലാ കൂട്ടുകാരും നോട്ട്ബുക്കിൽ ഡ എന്ന് എഴുതുക കേട്ടോ. എഴുതിയോ മക്കളെ? ഓക്കെ, ഇനി ഡാൽ തുടങ്ങുന്ന വാക്കുകൾ എഴുതാം. ആദ്യം നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള പൗഡർ എന്ന് തന്നെ എല്ലാ കൂട്ടുകാരും എഴുതിക്കോളൂ. പൗഡർ. എഴുതിയോ മക്കളെ? പൗഡർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്ക് എന്ത് എഴുതാം? നമ്മൾ എന്നും എഴുതാറുള്ള ഒരു പുസ്തകം ഉണ്ടല്ലോ, എന്താണ്? നമ്മുടെ ഡയറിയിലെ. എല്ലാവരും എഴുതിക്കേ, ഡയറി. എഴുതിയോ മക്കളെ? ഡയറി, പൗഡർ, ഡയറി. ഇനി അടുത്തത് എഴുതിക്കുക മക്കളെ. ഡപ്പി. എഴുതിക്കേ, ഡപ്പി. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു വാക്കിലോട്ട് പോവാം അല്ലേ? നോക്കിക്കേ, നമ്മുടെ ഇന്നത്തെ ഡേറ്റ് എന്താണ് മക്കളെ? ഏതാണ് മാസം വരുന്നത്? ഏതാണ്? ഡിസംബർ ആണല്ലേ. ഏതാണ് മാസം വരുന്നത്? ഡിസംബർ. എങ്ങനെയാണ് മക്കളെ ഡിസംബർ എന്ന് എഴുതുക? നമ്മളിപ്പം പരിചയപ്പെട്ടിട്ടുള്ള ഡ എഴുതുക. ഡായുടെ കൂടെ ഏത് ചിഹ്നം? ഈ ചിഹ്നം. ഡിസം. സ എഴുതുക. ചിഹ്നം. ഡിസംബർ. ഡിസംബർ. എല്ലാ കൂട്ടുകാരും എഴുതിക്കേ, ഡിസംബർ. എഴുതിയോ മക്കളെ? ഇനി അടുത്തത് നോക്കിക്കേ. ഗരു. ഗരുഡൻ. എന്താണ്? ഗരുഡൻ. ഇനി മറ്റൊരു വേർഡ് നോക്കിക്കേ മക്കളെ. ഡൽഹി. ഡൽഹി. മക്കളെല്ലാവരും കേട്ടിട്ടുള്ള സ്ഥലമായിരിക്കും അല്ലേ, ഡൽഹി. അപ്പം നമ്മൾ എന്തൊക്കെ എഴുതി? പൗഡർ. വെച്ചിട്ട് അപ്പം എല്ലാവരും വായിക്കണേ. പൗഡർ, ഡയറി, ഡപ്പി, ഡിസംബർ, ഗരുഡൻ, ഡൽഹി. ഓക്കെ മക്കളെ, എല്ലാവരും എഴുതിയെടുത്തോ നോട്ട് പുസ്തകത്തിൽ. ഇനി മകൾക്ക് എഴുതിയെടുക്കാനായിട്ട് സമയം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ പോസ് ചെയ്ത് വെക്കുക കേട്ടോ. അതിനുശേഷം എഴുതിയതിന് ശേഷം മാത്രം ബാക്കി ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ മക്കളെ, മിസ് ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ഭാഗത്തോട്ട് പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ മത്തങ്ങ എവിടേക്ക് പോവാണ്? നാട് കാണാനായിട്ട് പോവാണ് അല്ലേ. എന്തിനാണ് അവൾ പോകുന്നത്? കിടന്ന് കിടന്ന് അവൾക്ക് മടുപ്പ് വരാനായിട്ട് തുടങ്ങിയില്ലേ. അതുകൊണ്ടാണ് അവൾ നാട് കാണാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ നാട് കാണാനായിട്ട് പോയ മത്തങ്ങയ്ക്ക് പിന്നീട് എന്താ സംഭവിച്ചതെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? അപ്പം നോക്കിക്കേ മക്കളെ, നമ്മളെ കുമ്പളങ്ങ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത്. അപ്പം നമ്മുടെ മത്തങ്ങ എന്താ മറുപടി പറഞ്ഞു നോക്കിക്കേ. സവാരിക്കിറങ്ങിയതാ, നാടൊന്ന് ചുറ്റണം, ഞാനും വരുന്നു. രണ്ടുപേരും കൈകോർത്തു, അവർ നടന്നു. അതാ കുത്തനെ ഒരു ഇറക്കം. അയ്യോ, കാല് തെറ്റുന്നേ, പിടിക്കണേ പിടിക്കണേ. എന്താ മക്കളെ സംഭവിച്ചത് പിന്നീട്? നോക്കിക്കേ. അവള് പറഞ്ഞത് എന്തായിരുന്നു? ഞാൻ സവാരിക്ക് ഇറങ്ങിയതാന്ന് പറഞ്ഞു അല്ലേ, എനിക്ക് നാടൊക്കെ ചുറ്റണമെന്ന് പറഞ്ഞു. അത് കേട്ടതും നമ്മുടെ കുമ്പളങ്ങി എന്ത് പറഞ്ഞു? എങ്കിൽ ഞാനും നിന്നോടൊപ്പം വരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ രണ്ടുപേരും എന്ത് ചെയ്യാണ്? കൈയൊക്കെ കോർത്ത് അങ്ങനെ നടക്കാണ്. പെട്ടെന്നാട് എന്തുണ്ടായത് മക്കളെ? വലിയ കുത്തനെയുള്ളൊരു ഇറക്കം ഉണ്ടായതല്ലേ.
അപ്പോൾ എന്ത് ചെയ്തു? അവരുടെ കാല് തെറ്റി. കാല് തെറ്റിയാൽ എന്ത് സംഭവിക്കും മക്കളെ? ചിത്രത്തിൽ നോക്കിക്കേ, എന്ത് സംഭവിച്ചു? കാല് തെറ്റി അവർ ഉരുണ്ട് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ അവരെന്ത് പറയുന്നുണ്ട്? അയ്യോ കാല് തെറ്റുന്നേ, പിടിക്കണേ പിടിക്കണേ എന്ന് പറഞ്ഞ് അവർ ഉച്ചത്തിൽ കരയാനായിട്ട് തുടങ്ങിയില്ലേ? ഓക്കെ മക്കളെ, ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് വായിക്കാം. മിസ്സിനോടൊപ്പം വായിച്ചേ. സവാരിക്കിറങ്ങിയതാ നാടൊന്ന് ചുറ്റണം, ഞാനും വരുന്നു. രണ്ടുപേരും കൈകോർത്തു അവർ നടന്നു. അതാ കുത്തനെ ഒരു ഇറക്കം. അയ്യോ കാല് തെറ്റുന്നേ, പിടിക്കണേ പിടിക്കണേ. ഓക്കെ മക്കളെ, ഇനി കൂട്ടുകാർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മക്കൾ ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. അതോടൊപ്പം വായിച്ച് നമ്മുടെ ഗ്രൂപ്പിലോട്ട് വോയിസ് അയക്കാൻ പറ്റുന്ന കൂട്ടുകാർ ഗ്രൂപ്പിലോട്ട് വോയിസ് അയക്കുകയും വേണം. ഓക്കെ മക്കളെ, ഇനി മിസ്സ് പറയുന്ന വാക്കുകൾ എല്ലാവരും അണ്ടർലൈൻ ചെയ്തേ. ആദ്യം നിങ്ങൾ സവാരി, എന്താണ് മക്കളെ? സവാരി. ഈ അണ്ടർലൈൻ ചെയ്യുന്ന വാക്കുകളെല്ലാം മക്കൾക്ക് അമ്മമാർ ക്ലാസ് കഴിഞ്ഞ് അടുത്ത ദിവസം നിങ്ങൾക്ക് ക്ലാസ് ഇല്ലാതെ വരുന്ന ദിവസം നിങ്ങൾക്ക് ഡിക്റ്റേഷനായിട്ട് വീട്ടിൽ നടത്തൂ കേട്ടോ. അപ്പോൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മിസ്സിന് ഫോട്ടോ എടുത്തിട്ട് ഓരോരുത്തരും അയച്ചു തരണം. ഡിക്റ്റേഷനുള്ള വേർഡ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് മിസ്സ് ടൈപ്പ് ചെയ്തിട്ട് ഗ്രൂപ്പിലോട്ട് അയക്കൂ കേട്ടോ. ഇപ്പം നമ്മൾ സർക്കിൾ ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കും ഡിക്റ്റേഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും സവാരി എന്നുള്ള വാക്ക് സർക്കിൾ ചെയ്തേ. ഇറങ്ങിയോ മക്കളെ? എല്ലാവരും ചെയ്തോ? ഓക്കെ, ഇനി അടുത്തത് കൈ. കൈ എന്നുള്ള വാക്ക് എല്ലാവരും സർക്കിൾ ചെയ്തേ. കൈ കോർത്തു എന്നുള്ള ഒറ്റ വാക്കായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ കൈ എന്നുള്ള വേർഡാണ് മക്കൾ പഠിക്കേണ്ടത് കേട്ടോ. ചെയ്തോ മക്കളെ? ഇനി അടുത്തത് ഇറക്കം. ഇറക്കം എല്ലാവരും സർക്കിൾ ചെയ്യുക കേട്ടോ. ഇറക്കം. ഓക്കെ മക്കളെ, എല്ലാവരും ചെയ്തോ? അപ്പോൾ നമ്മൾ സവാരി ചെയ്തു, കൈ ചെയ്തു, ഇറക്കം ചെയ്തു അല്ലേ? നേരത്തെ നമ്മൾ മത്തങ്ങ ചെയ്തിട്ടുണ്ടായിരുന്നു, പൗഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, കുമ്പളങ്ങയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ മത്തൻ, പൗഡർ, കുമ്പളം, സവാരി, കൈ, ഇറക്കം, ഇത്രയും വാക്കുകളാണ് മിസ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അങ്ങനെ നമ്മുടെ കാല് തെറ്റിപ്പോയ കുമ്പളങ്ങയ്ക്കും മത്തങ്ങയ്ക്കും പിന്നീട് എന്തായിരിക്കും സംഭവിച്ചത്? നമുക്ക് അടുത്ത ഭാഗം നോക്കാം. നോക്കിക്കേ, മിസ് ആദ്യം വായിക്കാം കേട്ടോ. രണ്ടു പേരുടെയും നില തെറ്റി ഉരുണ്ടുരുണ്ട് താഴോട്ട്. സഹായിക്കാൻ കൈനീട്ടിയ ചേനയും പടവലവും തക്കാളിയുമെല്ലാം കാലിടറി വീണു. ഡും ഡും ഡും, ഡുണ്ടും ഡുണ്ടും ഡും. ഉരുണ്ടുരുണ്ട് എല്ലാവരും ചെന്നു വീണതോ പുഴയിൽ. എന്താണ് മക്കളെ പിന്നീട് സംഭവിച്ചത്? കാല് തെറ്റിയ രണ്ടു പേരുടെയും നില തെറ്റി അവരെന്ത് ചെയ്തു? ഉരുണ്ട് താഴോട്ട് വീണു അല്ലേ? അപ്പോൾ ഉരുണ്ട് പോയപ്പോൾ അവരുടെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ട് എന്ത് ചെയ്തു? അവരെ സഹായിക്കാനായിട്ട് കൈ നീട്ടിയില്ലേ? നമുക്കും എന്തെങ്കിലും ഒരു അപകടമൊക്കെ പറ്റിയിട്ട് നമ്മൾ ഉരുണ്ട് വീഴാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ സഹായിക്കാറില്ലേ? അതുപോലെ തന്നെ നമ്മുടെ മത്തങ്ങയുടെയും കുമ്പളങ്ങയുടെയും ഒക്കെ കൂട്ടുകാരനായിട്ടുള്ള തക്കാളിയും പടവലവും അതുപോലെ ചേനയും ഒക്കെ എന്ത് ചെയ്തു മക്കളെ? ഇവരെ സഹായിക്കാനായിട്ട് കൈ നീട്ടി. പക്ഷേ അവർക്കും എന്താണ് സംഭവിച്ചത്? അവരും കാലിടറി വീണു. എങ്ങനെയാണ് വീണത്? ഡും 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 എന്ന് പറഞ്ഞിട്ട് അവരും എന്ത് ചെയ്തു? വീണു. എല്ലാവരും ഉരുണ്ടുരുണ്ട് ചെന്ന് വീണത് എവിടെയാ മക്കളെ? പുഴയിലാണ്. അപ്പോൾ അവിടെ മക്കൾക്ക് കാണാം, അവിടെ നിങ്ങൾ പൂർത്തീകരിച്ച് എഴുതാനായിട്ട് കുറച്ച് കുത്തിട്ടിട്ടുള്ളത് അല്ലേ മക്കൾ? അവിടെ എന്ത് എഴുതണം? ഡും എന്ന് എഴുതണം കേട്ടോ. ഡും എന്ന് എഴുതണം. ഇവിടെയും മക്കൾ അതേ രീതിയിൽ തന്നെ എഴുതണം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി ഒരിക്കൽ കൂടി മിസ്സിനോടൊപ്പം വായിച്ചേ. രണ്ടു പേരുടെയും നില തെറ്റി ഉരുണ്ടുരുണ്ട് താഴോട്ട്. സഹായിക്കാൻ കൈനീട്ടിയ ചേനയും പടവലവും തക്കാളിയുമെല്ലാം കാലിടറി വീണു. ഡും 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 ഡും, ഡുണ്ടും ഡുണ്ടും ഡും ഡും. ഉരുണ്ടുരുണ്ട് എല്ലാവരും ചെന്നു വീണതോ പുഴയിൽ. ഓക്കെ മക്കളെ, ഇനി മിസ് പറയുന്ന വാക്കുകൾ കൂടി എല്ലാവരും അണ്ടർലൈൻ ചെയ്തേ.
ആദ്യത്തേത് നില തെറ്റി. നില തെറ്റി, അത് മക്കൾ 2 വേർഡും കൂടി ഒന്നിച്ചെഴുതിയാൽ മതി കേട്ടോ. നില തെറ്റി. ഇനി അടുത്തത് താഴോട്ട്. താഴോട്ട്. പിന്നെ മക്കൾ സർക്കിൾ ചെയ്യേണ്ടത് സഹായിക്കാൻ. സഹായിക്കാൻ. മക്കൾ അത് നോട്ട്ബുക്കിൽ എഴുതുന്ന സമയത്ത് സഹായം എന്ന് എഴുതിയാൽ മതി കേട്ടോ. സഹായം. ഓക്കെ മക്കളെ. ദെൻ അടുത്തത് ചേന. ചേന, അവിടെ ചേനയും എന്നാണ് തന്നിട്ടുള്ളത്. ചേന. ദെൻ പടവലം, അവിടെ പടവലവും എന്നാണ് തന്നിട്ടുള്ളത്. മക്കളത് സർക്കിൾ ചെയ്താൽ മതി. നോട്ട്ബുക്കിൽ എഴുതുന്ന സമയത്ത് പടവലം എന്ന് എഴുതുക കേട്ടോ. ഇനി ഇപ്പം മക്കൾ ക്ലാസ്സിനോടൊപ്പം എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. മിസ് ഡിറ്റേഷനുള്ള വേർഡ്സ് പിന്നീട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ. ദെൻ അടുത്തത് തക്കാളി. തക്കാളി. പിന്നെ മക്കൾ എഴുതേണ്ടത് വീണു. വീണു. പിന്നെ കാലിടറി. 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 ഓക്കെ മക്കളെ. അടുത്തതിന് എഴുതേണ്ടത് പുഴ. പുഴ. എഴുതിയോ മക്കളെ? നില തെറ്റി, താഴോട്ട്, സഹായം, പടവലം, തക്കാളി, ചേന, കാലിടറി, വീണു, പുഴ. ഓക്കെ മക്കളെ, എല്ലാവരും സർക്കിൾ ചെയ്തിട്ടുണ്ടല്ലോ. മിസ് പറഞ്ഞല്ലോ ഈ ഒരു പേജിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള വാക്കുകളും ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാവരും എല്ലാം നിങ്ങൾക്ക് നാളെ ട്യൂഷൻ ഇല്ലാത്ത സമയത്ത് വീട്ടിൽ നിങ്ങളുടെ അമ്മമാരോ അല്ലെങ്കിൽ ചേച്ചിമാരോ ആരെങ്കിലും ഡിറ്റേഷൻ നടത്തും. ഡിറ്റേഷൻ നടത്തിയിട്ട് മിസ്സിന് ഒന്നെങ്കിൽ പേഴ്സണലായിട്ട് അയച്ചു തരണം കിട്ടിയിട്ടുള്ള മാർക്ക്, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഗ്രൂപ്പിലേക്ക് അയക്കാൻ പ്രയാസം ഇല്ലാത്തവർ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താലും മതി കേട്ടോ. ഓക്കെ മക്കളെ, എങ്കിൽ നമുക്കിനി ആ ഒരു പാഠഭാഗത്തിലുള്ള മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോയാലോ. നോക്കിക്കേ, കൂട്ടുകാർക്ക് ആദ്യമുള്ള പ്രവർത്തനം കഥയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി പറയാമോ എന്നാണ് ചോദിച്ചത്. നമ്മളിപ്പോൾ കഥ പരിചയപ്പെട്ടല്ലോ. എന്താണ് കഥയിൽ പറഞ്ഞിട്ടുള്ളത്? ഒരിക്കൽ കൂടി മിസ് കൺക്ലൂഡ് ചെയ്ത് പറയാം. നമ്മുടെ മത്തങ്ങയ്ക്ക് എന്ത് ചെയ്തു? കിടന്ന് മടുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവനൊരാഗ്രഹം അല്ലേ, നാട് കാണാനായിട്ട്. അങ്ങനെ അവൻ എന്ത് ചെയ്തു? നാട് കാണാനായിട്ട് ഇറങ്ങിയില്ലേ. അപ്പോൾ അത് കണ്ട സമയത്ത് പൗഡറൊക്കെ പൂശി വഴിയിൽ നിന്ന കുമ്പളങ്ങ മത്തങ്ങയോട് പറഞ്ഞു, എന്ത്? ഞാനും വരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ അവർ 2 പേരും കൈകോർത്ത് നടക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? വലിയ കുത്തനെയുള്ളൊരു ഇറക്കം ഉണ്ടായിരുന്നു അല്ലേ. അവർ ആ കുത്തനെയുള്ള ഇറക്കത്തിലൂടെ പോകുന്ന സമയത്ത് കാല് തെറ്റിയിട്ട് അവരെന്ത് ചെയ്തു? ഉരുണ്ട് താഴേക്ക് പോകാനായിട്ട് തുടങ്ങിയില്ലേ. ആ സമയത്ത് അവരെ സഹായിക്കാനായിട്ട് അവരുടെ കൂട്ടുകാരായിട്ടുള്ള ചേനയും തക്കാളിയും പടവലും ഒക്കെ വന്നു. അവർ കൈ നീട്ടി ഇവരെ സഹായിക്കാൻ നോക്കുന്ന സമയത്ത് അവർക്ക് എന്ത് സംഭവിച്ചു മക്കളെ? അവരും കൂടി ഉരുണ്ട് പുഴയിൽ ചെന്ന് വീണു അല്ലേ. ഓക്കെ മക്കളെ, അപ്പം നിങ്ങളോട് പറഞ്ഞത് കഥയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ചോദ്യം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? മത്തങ്ങയും കുമ്പളങ്ങയും വീഴാൻ കാരണം എന്താണ് എന്ന് നമുക്കവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് അല്ലേ. അത്തരത്തിൽ മക്കൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ കഥയിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റുമല്ലോ മക്കളെ. നോക്കിക്കേ, മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ടേ. ഒന്ന് നമുക്കവിടെ തന്നു അല്ലേ, മത്തങ്ങയും കുമ്പളങ്ങയും വീഴാൻ കാരണം എന്താണ്. പിന്നെ നമുക്ക് ചോദിച്ചൂടെ, നാട് കാണാൻ ഇറങ്ങിയതാര് അല്ലേ. ആരൊക്കെയായിരുന്നു മക്കളെ? മക്കൾക്ക് അറിയാലോ. ഉത്തരം നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, നമ്മളോട് ചോദ്യം ഉണ്ടാക്കാൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നമുക്ക് എന്ത് എഴുതാം? നാട് കാണാൻ ഇറങ്ങിയതാര് എന്ന് എഴുതാം അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചോദിക്കാം? എന്തുകൊണ്ടാണ് മത്തങ്ങ നാടു കാണാൻ ഇറങ്ങിയത്? എന്തുകൊണ്ടാണ് മത്തങ്ങ നാടു കാണാൻ ഇറങ്ങിയത് അല്ലേ. അത് നമുക്ക് ചോദിക്കാമല്ലോ. നമ്മുടെ കഥയിൽ പറയുന്നുണ്ട് അല്ലേ. പിന്നെയോ അടുത്ത് നോക്കിക്കേ, വഴിയിൽ പൗഡറും പൂശി നിന്നതാരാണ്? വഴിയിൽ പൗഡറും പൂശി നിന്നതാരാണ് എന്ന് നമുക്ക് ചോദിക്കാമല്ലോ. ആരായിരുന്നു? നമ്മുടെ കുമ്പളങ്ങയായിരുന്നു അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, മത്തങ്ങയും കുമ്പളങ്ങയും വീഴുമ്പോൾ സഹായിക്കാൻ കൈ നീട്ടിയത് ആരെല്ലാമാണ്? ആരൊക്കെയായിരുന്നു മക്കളെ? നമ്മുടെ ചേനയും അതുപോലെ തക്കാളിയും പടവലും ഒക്കെ ആയിരുന്നു അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, മത്തങ്ങയും കുമ്പളങ്ങയും ചേനയും പടവലവും തക്കാളിയും ഉരുണ്ടു ചെന്ന് വീണത് എവിടെയാണ്? എവിടെയായിരുന്നു മക്കളെ? പുഴയിലായിരുന്നു വീണിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ മക്കൾക്ക് ചോദ്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താം. മക്കൾക്ക് അവിടെ കുറച്ച് സ്ഥലേ ചോദ്യങ്ങൾ എഴുതാനായിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങളിപ്പോൾ നോട്ട് എഴുതിയെടുക്കണമെന്നില്ല. നിങ്ങളുടെ സ്കൂളിൽ ഈ ഒരു ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് മക്കൾ എഴുതിയാൽ മതി കേട്ടോ. ഇപ്പോൾ മക്കൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടോ?
ഇനി നമുക്ക് നമ്മുടെ വർക്ക് ബുക്കിലോട്ട് പോവാം അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വർക്ക് ബുക്കിൽ ചെറിയൊരു പ്രവർത്തനം ചെയ്യാനായിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, കഥ പൂർത്തിയാക്കാം എന്ന പ്രവർത്തനമാണ്. അപ്പോൾ നോക്കിക്കേ മക്കളെ, ചിത്രത്തിൽ ആരെയാണ് കാണുന്നത്? നമ്മളിപ്പം പരിചയപ്പെട്ടിട്ടുള്ള നമ്മുടെ പുഴയിൽ ചെന്ന് വീണ ചങ്ങാതിമാരെയെല്ലാം ചിത്രത്തിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അവരിപ്പോൾ എവിടെയാണുള്ളത് മക്കളെ? പുഴയിൽ ഒരു തോണിയിലാണ് അവരിയ്ക്കുന്നത് അല്ലേ. തോണി എവിടെയോ ഒരു കരയിലെത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് മത്തനും കുമ്പളൊക്കെ ചാടി ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താണ് കാണുന്നത്? അവർ നടന്ന് എവിടെ എത്തിയിട്ടുണ്ട്? ഒരു ചന്തയിലെത്തിയിട്ടുണ്ട് അല്ലേ. ചന്തയിൽ എന്ത് കാഴ്ചയാണ് അവർക്ക് കാണാനായിട്ട് പറ്റുന്നത്? ഒരു കച്ചവടക്കാരൻ പച്ചക്കറികളെല്ലാം തൂക്കി വിൽക്കുന്ന ഒരു കാഴ്ച അവർക്ക് കാണാനായിട്ട് പറ്റിയില്ലേ. ഓക്കെ മക്കളെ, അപ്പം ഇതാണ് നമുക്ക് ചിത്രത്തിൽ തന്നിട്ടുള്ളത്. ഇനി എന്നിട്ടോ എന്ന് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്തായിരിക്കും പിന്നീട് കഥയിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് മക്കളടുത്ത് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് എങ്ങനെയാ കഥ പൂർത്തിയാക്കാം? ഇവിടെ നോക്കിക്കേ, മിസ് ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, എന്നിട്ടോ എന്ന് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നോക്കിക്കേ, പുഴയിൽ വീണ പച്ചക്കറികളെല്ലാം ഒരു തോണിയിൽ കയറിപ്പറ്റി. തോണി തുഴഞ്ഞവർ കരയിലെത്തി. പച്ചക്കറിയിൽ ഞാനാണ് വലുത് എന്നു പറഞ്ഞ് മത്തങ്ങയും കുമ്പളങ്ങയും വഴക്കായി. അങ്ങനെ നടന്ന് അവർ ഒരു ചന്തയിലെത്തി. അവിടെ ഒരു കച്ചവടക്കാരൻ എല്ലാ പച്ചക്കറികളും ഒരുമിച്ച് വിൽക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ആരും വലുതല്ല എന്ന് മനസ്സിലായി. സന്തോഷത്തോടെ അവർ യാത്ര തുടർന്നു. ഓക്കെ മക്കളെ, അപ്പം മിസ് പിന്നീട് എന്താണ് കഥയിൽ കൊടുത്തിട്ടുള്ളത്? നമ്മുടെ കുമ്പളങ്ങയും മത്തങ്ങയും വീണ്ടും വഴക്കായില്ലേ. അവർ രണ്ടുപേരും എന്താണ് പറയുന്നത്? ഞാനാണ് വലുത് എന്ന് പറയുകയാണല്ലേ. അങ്ങനെ അവർ ഒരു കഷ്ടപ്പെട്ട് ഒരു തോണിയിലൊക്കെ കയറി പറ്റിയിട്ടുണ്ടായിരുന്നു. അവരൊരു തോണി തുഴഞ്ഞ് കരയിലെത്തിയപ്പോഴാണ് ഈ വഴക്ക് കൂടിയിട്ടുള്ളത് അല്ലേ. ഞാനാണ് വലുത് എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാണ്? തർക്കം കൂടി അങ്ങനെ പോവുകയാണല്ലേ. അങ്ങനെ പോയി അവരെവിടെ എത്തി മക്കളെ? ഒരു ചന്തയിലെത്തിയില്ലേ. ചന്തയിൽ അവരെന്താണ് കണ്ടത്? അവിടെ ഒരു കച്ചവടക്കാരന് എല്ലാ പച്ചക്കറികളും ഒരുമിച്ച് അങ്ങനെ വിൽക്കുന്ന കാഴ്ച അവർ കണ്ടൂലേ. അവിടെ നോക്കിക്കേ, ചക്കയുണ്ട്, മത്തനുണ്ട്, ചീരയും തക്കാളിയും എന്നിങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ പച്ചക്കറികളും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപോലെ വിൽക്കുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? വലിയവനെന്നോ ചെറിയവനെന്നോ എന്ന പരിഗണനയുണ്ടോ? ഇല്ല അല്ലേ. പച്ചക്കറികൾ ചന്തയിലെത്തിയാൽ എന്താണ്? അത് ആവശ്യക്കാർക്ക് വേണ്ടുവോളം അങ്ങനെ കച്ചവടക്കാർ വിൽക്കാണ് ചെയ്യുക അല്ലേ. ആരാണ് അതിൽ വലിയവൻ, ആരാണ് ശക്തൻ എന്നൊന്നും അവിടെ പരിഗണിക്കില്ല അല്ലേ. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? എല്ലാ പച്ചക്കറികളെയും ഒരുമിച്ച് വിൽക്കുകയാണ്. അപ്പം ആരും വലുതല്ല അല്ലേ, എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള സത്യം നമ്മളെ കുമ്പളങ്ങയും മത്തങ്ങയും തിരിച്ചറിഞ്ഞു അല്ലേ. അങ്ങനെ അവരുടെ തർക്കമെല്ലാം അവസാനിച്ച് അവരെന്ത് ചെയ്തു? വീണ്ടും സന്തോഷത്തോടെ അവരുടെ യാത്ര തുടരാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ള ഒരു കഥ കേട്ടോ. അപ്പം ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആ കഥ പൂർത്തീകരിച്ച് എഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് വർക്ക് ബുക്കിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം കൂടി നോക്കിയാലോ. മക്കൾ ഇപ്പോൾ ഈ കഥയൊന്നും എഴുതിയെടുക്കേണ്ട കേട്ടോ. നിങ്ങളുടെ സ്കൂളിൽ ഈ ഒരു പാഠഭാഗം വരുന്ന സമയത്ത്, ഈ ഒരു പ്രവർത്തനത്തിൻ്റെ സമയത്ത് മക്കൾ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പം മക്കൾ ഓർത്തിരിക്കുക, ഇങ്ങനെയായിരിക്കും ആ കഥ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം കേട്ടോ. ഓക്കെ മക്കളെ, റെഡിയാണോ? ഇനി നമുക്ക് നമ്മുടെ വർക്ക് ബുക്കിലുള്ള മറ്റൊരു പ്രവർത്തനമാണ് ആരാണ് സൂപ്പർ എന്നുള്ളതാണ് അല്ലേ. അവിടെ മക്കൾക്ക് കുറച്ച് പച്ചക്കറികൾ അവരെക്കുറിച്ച് തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യം ആരുടെ ചിത്രമാണ് മക്കളെ? നമ്മുടെ സ്വന്തം തക്കാളിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ. എങ്ങനെയായിരുന്നു തക്കാളി എന്ന് എഴുതുക? നോക്കിക്കുക മക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു തക്കാളി. എല്ലാ മക്കളും ഒന്ന് ഒറ്റയ്ക്ക് എഴുതി നോക്കണം കേട്ടോ. നോക്കിക്കേ മക്കളെ, നമ്മുടെ തക്കാളിക്കൂട്ടൻ എന്താണ് പറയുന്നത്? തന്നെക്കുറിച്ച് അവൻ പറയാണ് ചുവന്ന നിറം. എന്താണ് പറയുന്നത്? ചുവന്ന നിറം, തുടുത്ത കവിളുകൾ, പുളിക്കും മധുരിക്കും, ഞാനില്ലാതെ അടുക്കളയില്ല. എന്താണ് തക്കാളിക്കൂട്ടൻ പറഞ്ഞത്? ചുവന്ന നിറം, തുടുത്ത കവിളുകൾ, പുളിക്കും മധുരിക്കും, ഞാനില്ലാതെ അടുക്കളയില്ല എന്നാണ് തക്കാളിക്കുട്ടൻ അവനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി അവിടെ മറ്റൊരാൾ പറയുന്ന കാര്യം കൂടി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ആരാണ് എന്ന് നമുക്ക് അവിടെ തന്നിട്ടില്ല. അപ്പോൾ കൂട്ടുകാരവിടെ എന്ത് ചെയ്യണം? അതിൻ്റെ ചിത്രമാണ് ചേർക്കേണ്ടത്. നോക്കിക്കേ മക്കളെ, എപ്പോഴും പൗഡർ ഇട്ട് കാണാം, വലുപ്പത്തിൽ കേമത്തി, പുളിശ്ശേരിയിലും ഓലനിലും ഒന്നാമത്. ആരാണ് മക്കളെ? ആരാണ്? നോക്കിക്കേ, നമ്മളിപ്പം പരിചയപ്പെട്ടിട്ടുള്ള
നമ്മുടെ കുമ്പളങ്ങയാണല്ലേ പൗഡറിട്ട് കാണാം. വലുപ്പത്തിൽ കേമത്തിയാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ഓലൻ ഉണ്ടാക്കാനും പുളിശ്ശേരി ഉണ്ടാക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇവനെ ഉപയോഗിക്കാറുണ്ട്. അപ്പം മക്കൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഇപ്രാവശ്യം എക്സാമിന് ഇത്തരത്തിൽ ഫ്രൂട്ട്സിനെ കുറിച്ച് എഴുതാനായിട്ട് വന്നിട്ടില്ലായിരുന്നോ മക്കളെ? നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മുടെ സെക്കൻഡ് ടേം എക്സാമിൽ ഫ്രൂട്ട്സിനെ കുറിച്ച് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പക്ഷേ നമുക്ക് ലാസ്റ്റ് എക്സാം, നമ്മുടെ മാർച്ചിലുള്ള എക്സാമിന് ചിലപ്പം ഇത്തരത്തിൽ വെജിറ്റബിൾസിനെ കുറിച്ചൊക്കെ ആയിരിക്കും എഴുതാനായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ മക്കൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഓരോരുത്തരുടെയും പ്രത്യേകതകൾ അറിഞ്ഞു വെച്ചിട്ട് പോവുക കേട്ടോ. അപ്പോൾ കുമ്പളത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, പൗഡർ ഇട്ട് കാണും, വലുപ്പത്തില്ലേ വലുപ്പത്തിൽ എന്താണ് വലുതാണ് അല്ലേ, നമ്മൾ അതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ എക്സാമിന് നമ്മൾ ഫ്രൂട്ട്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ വലുതാണ്. അതുപോലെ തന്നെ എവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കും, പുളിശ്ശേരി ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ഓലൻ ഉണ്ടാക്കാനൊക്കെ നമ്മൾ കുമ്പളം ഉപയോഗിക്കും അല്ലേ. അടുത്തത് മക്കളെ, ഇനി എൻ്റെ വക എന്ന് പറഞ്ഞിട്ട് മക്കളടുത്ത് സ്വയം ഒരു വെജിറ്റബിളിൻ്റെ പിക്ചറൊക്കെ അവിടെ ഒട്ടിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മിസ്സ് അവിടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ക്യാരറ്റിൻ്റെതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? ഓറഞ്ച് നിറം, മണ്ണിനടിയിൽ വളരുന്നു, ഞാൻ സാലഡിൽ ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു ക്യാരറ്റിൻ്റെ മറ്റ് പ്രത്യേകതകൾ കൂടി ഉൾപ്പെടുത്തി എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം മിസ്സ് ഓറഞ്ച് നിറം, അതിന് നിറം കൊടുത്തിട്ടുണ്ട്, മണ്ണിലടിയിലാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ സാലഡിലൊക്കെ ഒരുപാട് ഉപയോഗിക്കാറുണ്ടല്ലേ ക്യാരറ്റ്. അപ്പോൾ മക്കൾ അതെല്ലാം ഉൾപ്പെടുത്തുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മിസ്സ് ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ഡിറ്റേഷൻ നടത്താനായിട്ടുള്ള വേർഡ്സ് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യും. മക്കൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നാളെ ക്ലാസ് ഇല്ലാത്ത സമയത്ത് മക്കൾ ഡിറ്റേഷൻ വീട്ടിൽ നിന്ന് നടത്തണം. എന്നിട്ട് മിസ്സിനത് ഫോട്ടോ ഇട്ട് തരണം കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മളിന്ന് വായിച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കറി തോണി എന്നുള്ള കഥ മക്കൾ എന്ത് ചെയ്യുക, വീട്ടിൽ നന്നായിട്ട് വായിക്കുക. മുഴുവനും നമ്മൾ ഗ്രൂപ്പിലോട്ട് വോയിസ് ഇട്ടില്ലെങ്കിലും നിങ്ങൾ വായിക്കുന്ന ഒരു കുറച്ച് ഭാഗം, ഒരു 5-6 ലൈൻ എന്ത് ചെയ്യുക, വായിച്ച് നമ്മുടെ ഗ്രൂപ്പിലോട്ട് വോയിസ് അയക്കുക കേട്ടോ. നിർബന്ധമായിട്ടും എല്ലാ കൂട്ടുകാരും, ക്ലാസ് കാണുന്ന എല്ലാ മക്കളും അത് വായിച്ചിട്ട് വോയിസ് അയക്കണം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.